ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. അധ്യാത്മരാമായണത്തിലെ ഉത്തരകാണ്ഡം അവസാന ഘട്ടത്തിൽ ശ്രീരാമചന്ദ്രൻ രാജ്യഭാരത്തെ നിർവഹിച്ചുകൊണ്ടിരിക്കവേ ഒരിക്കൽ വിജയൻ എന്ന ഒരു ചാരൻ രാജ്യകാര്യങ്ങളെ അറിയിക്കാൻ വേണ്ടി രാമസന്നിധിയിൽ വരികയും പലയിടത്തും നടക്കുന്ന പല കാര്യങ്ങളെയും ഈ ചാരൻ അറിയിച്ചു. അനിഷ്ടങ്ങളായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പറയണം എന്ന് ശ്രീരാമൻ നിർബന്ധിക്കവേ സീതാദേവിയെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്ന അപവാദത്തെക്കുറിച്ച് പറയുകയാണ്. ഉടനെ തന്നെ ശ്രീരാമചന്ദ്രൻ മന്ത്രിമാരോടും മറ്റ് വേണ്ടപ്പെട്ടവരോടുമെല്ലാം അതേക്കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ പറയുന്നതിൽ ന്യായവൈരുദ്ധ്യമില്ല എന്നും അതുകൊണ്ട് സീതാദേവിയെ ഉപേക്ഷിക്കണം എന്ന് നിശ്ചയിച്ചു. അപ്പോൾ തന്നെ ലക്ഷ്മണനെ വിളിച്ച് സീതാദേവിയെ വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് ആക്കുവാൻ നിർദ്ദേശിക്കുകയാണ്. അതുപ്രകാരം പിറ്റേന്ന് ലക്ഷ്മണൻ ഗർഭിണിയായിരുന്ന ആ ജാനകീദേവിയെ വനത്തിൽ വാത്മീകി ആശ്രമത്തിൻ്റെ പരിസരത്തിൽ എത്തിച്ച് അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. തുടർന്ന് അയോധ്യയിൽ രാജ്യ ഭരണത്തെ നിർവഹിച്ചുകൊണ്ട് ലക്ഷ്മണനോടും മറ്റ് പരിജനങ്ങളോടും കൂടി ശ്രീരാമൻ വസിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ ലക്ഷ്മണന് ശ്രീരാമചന്ദ്രൻ തന്നെ ആത്മജ്ഞാനത്തെ ഉപദേശിച്ച് കൊടുക്കുകയാണ്. അതാണ് രാമഗീത എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഏറ്റവും സുന്ദരമായ വേദാന്ത പ്രകരണം. അധ്യാത്മരാമായണത്തിൻ്റെ ഒടുവിലാണ് ഈ രാമഗീത വരുന്നത്. ശ്രീമഹാദേവ ഉവാച തതോ ജഗന്മംഗളമംഗളാത്മന വിധായ രാമായണ കീർത്തിമുത്തമം ചചാര പൂർവാചരിതം രഘൂത്തമോ രാജർഷിവർയ അഭിസേവിതം യഥാ സൗമിത്രിണാ പൃഷ്ട ഉദാരബുദ്ധിന രാമ കഥാപ്രാഹ പുരാതനീ ശുഭാ രാജ്ഞ പ്രമത്തസ്യ മൃഗസ്യ ശാപദോ ദ്വിജസ്യ തിര്യക്ത്വമഥാഹ രാഘവ. 60 ശ്ലോകങ്ങൾ അടങ്ങുന്നതാണ് രാമഗീത. അതിലെ ആദ്യ 2 ശ്ലോകങ്ങൾ കഥാചിദേകാന്ത ഉപസ്ഥിതം പ്രഭും രാമം രമാലാളിതപാദപങ്കജം സൗമിത്രിരാസാദിതശുദ്ധഭാവന പ്രണമ്യ ഭക്തിയാ വിനയാന്വിതോബ്രവീൽ ത്വം ശുദ്ധബോധോസി സർവദേഹിനാം ആത്മാസ്യധീശോസി നിരാകൃതി സ്വയം പ്രതീയസേ ജ്ഞാനദൃശം മഹാമതേ പാദാബ്ജഭൃംഗാഹിതസംഗസംഗിനാം. ഒരിക്കൽ ശ്രീരാമചന്ദ്രന്റെ സമീപത്ത് എത്തുന്നതായ ലക്ഷ്മണൻ ഇപ്പോൾ അനുകൂലമായ സമയമാണ്. ലോകവ്യവഹാരത്തിൽ നിന്നെല്ലാം നിവൃത്തനായി
സ്വരൂപാവസ്ഥയിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ശ്രീരാമൻ. അതിനാൽ അധ്യാത്മജ്ഞാനത്തെ കുറിച്ച് ചോദിക്കാൻ നല്ലൊരവസരമാണ് എന്ന് നിശ്ചയിച്ചിട്ടാണ് ഭക്തിയോടുകൂടി ശ്രീരാമനെ നമസ്കരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ലക്ഷ്മണൻ. ഒരു ഗുരുശിഷ്യ സംവാദ രൂപേണയാണ് ആത്മജ്ഞാനം എപ്പോഴും പ്രകടമാവുക. ഭക്തി വൈരാഗ്യാദികളെ കൊണ്ട്, തപസ്സുകൊണ്ട്, ബ്രഹ്മചര്യാദി അനുഷ്ഠാനങ്ങളെ കൊണ്ടൊക്കെ അർഹത വരുന്ന ശിഷ്യൻ തനിക്ക് ആത്മജ്ഞാനത്തെ ഉപദേശിക്കാൻ പ്രാപ്തിയുള്ള ഒരു ആചാര്യനെ സമീപിച്ച് നമസ്കാരാദികളെ കൊണ്ട് പ്രീതിപ്പെടുത്തി തക്ക സമയത്ത് ചോദിക്കുക. ഇതാണ് ജ്ഞാനോപദേശത്തിൻ്റെ ക്രമം. ജിജ്ഞാസുവായ ഒരു ശിഷ്യന് വേണ്ട എല്ലാ ഗുണങ്ങളും തികഞ്ഞ ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനെ സമീപിച്ച് ജ്ഞാനോപദേശത്തിന് ആവശ്യമായ ചോദ്യം അതാണ് ഇവിടെ ഉന്നയിക്കുന്നത്. ത്വം ശുദ്ധ ബോധോസി സർവദേഹിനാം ആത്മാസധീശോസി നിരാകൃതി സ്വയം. പരമാത്മ ജ്ഞാനസമ്പന്നനായ ഹേ ഭഗവാൻ, അവിടുത്തെ സ്വരൂപം തന്നെ പരമാർത്ഥജ്ഞാനമാണ്. ഒരിക്കലും അജ്ഞാനത്തെ സ്പർശിക്കാതെ എപ്പോഴും കേവല ജ്ഞാനമയനായി തന്നെ ഇരിക്കുന്നത് അവിടുന്ന് മാത്രമാണ്. ശരീര ആകൃതിയിൽ അവിടുന്ന് ജീവികൾക്ക് ദൃശ്യനായി തീർന്നിട്ടുള്ള ഈ സമയത്തും സർവചരാചരങ്ങളുടെയും അന്തർഭാഗത്ത് ആത്മസ്വരൂപേണ വിളങ്ങിക്കൊണ്ടുമിരിക്കുന്നു. എന്നാൽ യാതൊരു ശരീരത്തോടും ഒരു പ്രകാരത്തിലുമുള്ള ഒരു ബന്ധം ഇല്ല. അവിടുത്തെ ഭക്തന്മാരുമായി നിത്യസമ്പർക്കമുള്ള സുഹൃതികൾക്കു കൂടി അവിടുന്ന് ജ്ഞാനദൃഷ്ടി നൽകുന്നു, അവിടുത്തെ ദർശനം നൽകുന്നു എന്നാണ് എങ്കിൽ എപ്പോഴും അവിടുത്തെ പാദഭജനം ചെയ്യുന്ന ഒരു ഭക്തന് എന്താണ് കിട്ടാത്തത്? എന്തും തന്നനുഗ്രഹിക്കാനുള്ള ഒരു കാരുണ്യം ആ ഭഗവാനുണ്ട്. അത് അനുഭവിക്കാനുള്ള അർഹത തനിക്കുമുണ്ട് എന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ലക്ഷ്മണൻ ചോദ്യങ്ങളെ ചോദിക്കാൻ ആരംഭിക്കുന്നത്. ഇപ്രകാരമാണ് രാമഗീത ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് ഉപദേശിക്കുന്ന ആ ഉപദേശം ആരംഭിക്കുന്നത്. രാമഗീത ശ്ലോകം 3, ശ്ലോകം 4. അഹം പ്രപന്നോസ്മി പദാംബുജം പ്രഭോ ഭവാപവർഗം തവ യോഗി ഭാവിതം യഥാഞ്ജസാ ജ്ഞാനമപാരവാരിധിം സുഖം ധരിഷ്യാമി തഥാനുശാധി മാം. ശ്രുത്വാധ സൗമിത്രിവചോഖിലം തഥാ പ്രാഹ പ്രപന്നാർത്തിഹര പ്രസന്നധി വിജ്ഞാനമജ്ഞാനതമ പ്രശാന്തയേ ശ്രുതിപ്രപന്നം ക്ഷിതിപാലഭൂഷണ. ലക്ഷ്മണൻ ചോദ്യം ആരംഭിക്കുകയാണ് ശ്രീരാമനോട്. എല്ലാ ലോകങ്ങൾക്കും പ്രഭുവായിട്ടുള്ള സർവജ്ഞനായ ഹേ ജഗദീശ്വര, സംസാര നിവൃത്തിക്ക് വേണ്ടി യോഗീശ്വരന്മാർ പോലും അവിടുത്തെ പാദത്തെയാണ് ഉപാസിക്കുന്നത്, ആശ്രയിക്കുന്നത്.
വിദേഹ കൈവല്യത്തെ പ്രാപിച്ച മഹാത്മാക്കൾ എത്തിച്ചേരുന്നതും അവിടുത്തെ ത്രിപാദ പത്മങ്ങളിലാണ്. അങ്ങനെയുള്ള ആ ഭഗവത് പാദപത്മത്തെ അടിയൻ ശരണം പ്രാപിച്ചു കഴിഞ്ഞു. കരുണാനിധിയായിട്ടുള്ള അവിടുന്ന് ഈ ഉള്ളവനെ ഉപേക്ഷിക്കരുത്. കരകാണാത്ത കടൽ എന്ന പോലെ അപാരമായിട്ടുള്ള ഈ സംസാര സാഗരത്തെ, ഈ അജ്ഞാനത്തെ എങ്ങനെയാണ് സുഗമമായി കടക്കാനും എങ്ങനെയാണ് കൈവല്യത്തെ പ്രാപിക്കാൻ കഴിയുക എന്ന് ഉപദേശിച്ചാലും അവിടത്തേക്ക് മാത്രമേ അതിന് കഴിവുള്ളൂ. ആശ്രയിക്കുന്നവരുടെ സകലവിധ ദുഃഖങ്ങളെയും കളഞ്ഞ് അനുഗ്രഹിക്കുന്ന കരുണാമയനായിട്ടുള്ള സൂര്യവംശത്തിൻ്റെ അലങ്കാരം ആയിട്ടുള്ള ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന്റെ ഇപ്രകാരമുള്ള ചോദ്യത്തെ കേട്ട് സന്തുഷ്ടനായി. ലക്ഷ്മണന്റെ മാത്രമല്ല, അതുപോലെ തന്നെ ലോകത്തിൻ്റെ അജ്ഞാന തിമിരത്തെ, അജ്ഞാന അന്ധകാരത്തെ നീക്കാൻ വേണ്ടി വേദനിർദ്ദിഷ്ടമായ വിജ്ഞാനം ഇങ്ങനെ ഉപദേശിക്കുവാൻ ആരംഭിച്ചു. എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ 4-ാം ശ്ലോകത്തെ സമർപ്പിക്കുന്നത്. രാമഗീത 5-6 ശ്ലോകങ്ങൾ. ആദൗ സ്വവർണാശ്രമവർണിതാഃ ക്രിയാഃ കൃത്വാ സമാസാദിതശുദ്ധമാനസ സമാപ്യ തൽപൂർവമുപാത്തസാധന സമാശ്രയേ സദ്ഗുരുമാത്മലബ്ധയേ. ക്രിയാ ശരീരോദ്ഭവഹേതുരാദൃതാഃ പ്രിയാ പ്രിയൗ തൗ ഭവത സുരാഗിണ ധർമ്മേതരൗ തത്ര പുനഃ ശരീരകം പുനഃ ക്രിയാശ്ചക്രവദീര്യതേ ഭവ. ലക്ഷ്മണന്റെ ചോദ്യത്തിന് മറുപടിയായി ശ്രീരാമൻ പറഞ്ഞു തുടങ്ങുകയാണ്. ആദ്യം തന്നെ ഒരുവൻ തനിക്ക് അനുയോജ്യമായ ആശ്രമങ്ങൾക്ക് അനുസൃതമായ അനുരൂപമായ ധർമ്മങ്ങളെ തെറ്റുകൂടാതെ ആചരിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ശുദ്ധിയെ നേടാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ 2 തരത്തിലുള്ള ശുദ്ധിയും, ശരീരത്തിനും മനസ്സിനും ശുദ്ധി കിട്ടാതെ ആത്മജ്ഞാനം ഉണ്ടാവില്ല. അപ്പൊ ഏതൊരാളെയും, ഏതു നിലയിലുള്ള ആളെയും ശുദ്ധനാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി വർണ്ണങ്ങളെയും ആശ്രമങ്ങളെയും അവയ്ക്ക് അനുരൂപമായ ധർമ്മങ്ങളെയും വിധിച്ചിട്ടുള്ളത്. അപ്പൊ അത് അനുഷ്ഠിച്ച് ശുദ്ധനാകാതെ ഒരുവന് ആത്മജ്ഞാനത്തിനുള്ള അർഹത ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ധർമാനുഷ്ഠാനം കൊണ്ട് ബാഹ്യാഭ്യന്തര ശുദ്ധി, ആത്മാനാത്മവിവേകം, ഇഹാമുത്രഫലഭോഗവിരാഗം, ശമാധി ഷഡ്കസമ്പത്തി, മുമുക്ഷുത്വം എന്നിങ്ങനെയുള്ള സാധനാ ചതുഷ്ടയ സമ്പത്തിയെയും നേടുക. അതിനുശേഷമാണ് ആത്മജ്ഞാനത്തിനു വേണ്ടി പ്രയത്നിക്കേണ്ടത്. ഇനി ജ്ഞാനം സ്വപ്രയത്നം കൊണ്ടു മാത്രം ഉണ്ടാകില്ല. ശ്രവണം, മനനം, നിധിധ്യാസം, ഇതാണ് ജ്ഞാനസമ്പാദനത്തിലുള്ള 3 സാധനകൾ.
ശ്രവണം ഈശ്വരരൂപിയായ ആചാര്യമുഖത്തു നിന്ന് ലഭിക്കേണ്ടതാണ്. ശ്രവണം കൊണ്ട് വസ്തുബോധം ഉണ്ടാവണം. പ്രസ്തുത ബോധത്തെ മനനം ചെയ്ത് ദൃഢപ്പെടുത്തണം. അത് അവനവൻ തന്നെ ചെയ്യേണ്ടതാണ്. വസ്തുബോധത്തിന് ദൃഢത വന്നു കഴിഞ്ഞാലോ നിധിധ്യാസം കൊണ്ട് സാക്ഷാത്കരിക്കണം. ഇതാണ് ആത്മജ്ഞാനത്തിൻ്റെ ക്രമം. അപ്പം അതിനുവേണ്ട പൂർവ്വ സംസ്കാരങ്ങളെ സമ്പാദിച്ചു കഴിഞ്ഞാൽ മഹാവാക്യശ്രവണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു ആചാര്യനെ ആശ്രയിക്കേണ്ടത്. കർമ്മത്തെ നമ്മൾ എത്രത്തോളം ആദരിക്കുന്നുവോ അത്രത്തോളം ജന്മങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ക്രിയാ ശരീരോദ്ഭവ ഹേതുരാദൃതാ പ്രിയാപ്രിയൗ തൗ ഭവത സുരാഗിണ. ജനനത്തിനും ജീവിതത്തിൽ ഉണ്ടാവുന്ന പല പല അനുഭവങ്ങൾക്കും മരണത്തിനും എല്ലാം കാരണം കർമ്മമാണ്. അപ്പോൾ കർമ്മങ്ങളെ നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവന് ജന്മങ്ങളും അതേപോലെ തന്നെ വർദ്ധിക്കും. അതുമാത്രമല്ല, കർമ്മത്തിലും കർമ്മഫലത്തിലും ആഗ്രഹമുള്ള ഒരുവന് ഈ സംസാരത്തെ വിട്ടുപോകുവാൻ പ്രയാസമാണ്. ധർമാധർമ്മ ഭേദങ്ങളും പുണ്യപാപ ഭേദങ്ങളും പ്രിയ അപ്രിയ ഭേദങ്ങളും ഇതെല്ലാം കർമ്മത്തെ സംബന്ധിക്കുന്നതാണ്. പുണ്യകർമ്മങ്ങളുടെ ഫലമായി ഊർധ്വലോകങ്ങളിലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉത്കൃഷ്ടങ്ങളായ ജന്മങ്ങളോ ഉണ്ടാവാം. പാപകർമ്മങ്ങളുടെ ഫലമായി അധപ്പതിക്കാനും നീചയോനികളിലും ഒക്കെ പോയി ജനിക്കാനും ഇടയാവാം. ഏത് രീതിയിലുള്ള ജന്മമാണ് എങ്കിലും കർമ്മവാസനകളോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന കാരണം അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും കർമ്മങ്ങളെ വളർത്തും. ഇപ്രകാരം വളർത്തപ്പെടുന്ന കർമ്മങ്ങളുടെ ഫലമായി പിന്നെയും ജന്മം വർദ്ധിക്കും. കർമ്മം കൊണ്ട് ജന്മവും ജന്മം കൊണ്ട് കർമ്മവും ഇത് ഇങ്ങനെ ചക്രാകാരേണ ഭ്രമണം ചെയ്യുന്ന ഒരു ചക്രം പോലെ വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുവന് ഈ സംസാരം അല്ലെങ്കിൽ ഈ ജഗത്ത് എന്നുള്ള ഭ്രമം അതൊരിക്കലും ഇല്ലാതെ വരില്ല, ക്ഷയിക്കുന്നില്ല. അതുകൊണ്ട് മുമുക്ഷു ആയ ഒരുവൻ, മോക്ഷേച്ഛു ആയ ഒരുവൻ കർമ്മങ്ങളിൽ നിന്ന് നിവർത്തിക്കുക തന്നെ വേണം. എങ്കിലേ കാലക്രമേണ ഈ സംസാരസാഗരത്തെ തരണം ചെയ്യാൻ പറ്റൂ. എന്നിങ്ങനെയാണ് ശ്രീരാമൻ ലക്ഷ്മണനോടുള്ള ഉപദേശം തുടരുന്നത്. രാമഗീത 7-8 ശ്ലോകങ്ങൾ. അജ്ഞാനമേവാസ്യ ഹി മൂലകാരം തത്ഥാനമേവാത്ര വിധൗ വിധീയതേ വിദ്യൈവ തന്നാശവിധൗ പടീയസി ന കർമ്മ തജ്ജം സവിരോധമീരിതം നാജ്ഞാനഹാനിർന്ന ച രാഗസംക്ഷയോ ഭവേത്തത കർമ്മ സദോഷമുദ്ഭവേൽ തത പുനഃസംശ്രുതിരപ്യവാരിത തസ്മാൽ ബുധോ ജ്ഞാനവിചാരവാൻ ഭവേൽ. ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടുള്ള ഉപദേശം തുടരുകയാണ്. അജ്ഞാനമേവാസ്യ ഹി മൂലകാരം തദ്ധാനമേവാത്ര വിധൗ വിധീയതേ. സംസാരത്തിൻ്റെ മൂലകാരണം അജ്ഞാനമാണ്. അപ്പോൾ സംസാരമുക്തിക്കുള്ള ഒരേ ഒരു ഉപായം അജ്ഞാനനാശമാണ്. അജ്ഞാനം എങ്ങനെയാണ് നശിക്കുക? ജ്ഞാനം കൊണ്ടേ നശിക്കൂ, മറ്റൊന്നുകൊണ്ടും
അജ്ഞാനത്തെ നീക്കാൻ കഴിയില്ല. മുക്തിക്ക് വേണ്ടി പലരും പലവിധ കർമ്മങ്ങളും ചെയ്യാറുണ്ടെങ്കിലും കർമ്മം കൊണ്ട് സംസാരം വളരുകയാണ്, അത് നശിക്കുന്നില്ല. അജ്ഞാനത്തിൽ നിന്നാണ് കർമ്മം തന്നെ ഉണ്ടായത്. അജ്ഞാനത്തിൽ നിന്നുണ്ടായ കർമ്മം അജ്ഞാനത്തെ നശിപ്പിക്കാൻ ഒരിക്കലും കാരണമാവില്ല. പ്രകാശം കുറഞ്ഞ സമയത്ത്, ഇരുട്ട് വ്യാപിച്ചിരിക്കവേ പ്രകാശം അല്പമായിട്ട് മാത്രമുള്ള സമയത്ത് വഴിയിൽ കാണുന്ന കയറ് അത് പാമ്പാണ് എന്ന ഒരു വിചാരം, ആ ഒരു ബോധം, അത് അജ്ഞാനം കൊണ്ടുണ്ടായതാണ്. അത് എന്തെങ്കിലും കർമ്മം ചെയ്താൽ ആ ഭയം അല്ലെങ്കിൽ ആ അജ്ഞാനം നീങ്ങില്ല. എപ്പോഴാണ് ആ ഭയം നീങ്ങുക? അത് പാമ്പല്ല, അത് കയറാണ് എന്ന തിരിച്ചറിവ്, ആ വിവേകം, ആ ബോധമുണ്ടാവുമ്പോൾ ഭയം താനെ നിവർത്തിക്കും, അജ്ഞാനം നീങ്ങും. ഇതുപോലെയാണ് സംസാരത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് സംസാര നിവൃത്തിക്ക് കർമ്മത്തെ വളർത്തുകയല്ല വേണ്ടത്, കർമ്മത്തെ ക്ഷയിപ്പിക്കുകയും ജ്ഞാനത്തെ വളർത്തുകയുമാണ് വേണ്ടത്. ന അജ്ഞാനഹാനിർ നജ രാഗസംക്ഷയോ ഭവേത്തത കർമ്മ സദോഷമുദ്ഭവേൽ. കർമ്മം കൊണ്ട് അജ്ഞാന നിവൃത്തി ഉണ്ടാവുന്നില്ല. രാഗദ്വേഷാദി ചിത്തവൃത്തികൾക്ക് കുറവും വരുന്നില്ല. നേരെ വിപരീതമായിട്ട് അതിൻ്റെ വളർച്ച ഉണ്ടാവുന്നു. അതിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ട് തീരുന്നു പലപ്പോഴും കർമ്മങ്ങൾ. കർമ്മങ്ങളിൽ ശ്രദ്ധ കൂടുന്തോറും രാഗദ്വേഷങ്ങൾ വളരും, അജ്ഞാനവും വർദ്ധിക്കും. അതിനു പുറമെ കർമ്മം ചെയ്യുന്ന ഒരുവന് പലപ്പോഴും ദോഷപരങ്ങളായിട്ട്, ദോഷമുള്ള, അവനവനോ മറ്റുള്ളവർക്കോ ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കർമ്മങ്ങളും ചെയ്യേണ്ടി വരും. ഇത്തരത്തിൽ നിരന്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുവന് ഈ സംസാരം എങ്ങനെയാണ് നശിക്കുക? ഒരിക്കലും നശിക്കാനിടയില്ല. അതുകൊണ്ടാണ് സംസാരമുക്തിയെ ഇച്ഛിക്കുന്ന ഒരുവൻ കർമ്മങ്ങളെ കഴിയുന്നത്ര ചുരുക്കി ആത്മവിചാരത്തെയും വൈരാഗ്യത്തെയും വളർത്താൻ ശ്രമിക്കണം. വിചാര വൈരാഗ്യങ്ങളെ കൊണ്ട് മാത്രമേ ജ്ഞാനമുണ്ടാവൂ. ജ്ഞാനം കൊണ്ടേ അജ്ഞാന സ്വരൂപമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് മുക്തി ലഭിക്കൂ. കർമ്മമല്ല, ജ്ഞാനമാണ് മുക്തിക്ക് കാരണമായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് രാമഗീത തുടരുന്നു. നമസ്കാരം. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.